എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. The orderly distribution of electromagnetic radiations according to their wavelength or frequency is called electromagnetic spectrum. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസിൻ്റെയോ വേവ്ലെങ്ത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ഓർഡർലി ഡിസ്ട്രിബ്യൂഷനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. The range of the electromagnetic spectrum varies from 10⁻³ to 6 × 10⁶ meter. The whole electromagnetic spectrum has been classified into different parts and subparts in order of increasing wavelength according to their type of excitation. There is overlapping in certain parts of the spectrum showing that the corresponding radiations can be produced by two methods. It may be noted that the physical properties of electromagnetic waves are decided by their wavelength and not by the method of their excitation. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 10⁻³ മുതൽ 6 × 10⁶ വരെയാണ് വരുന്നത്. ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിനെ വേവ്ലെങ്ത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ എക്സൈറ്റേഷൻ ടൈപ്പ് വെച്ചുകൊണ്ട് ഡിഫറെൻറ്റ് പാർട്സായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അവരുടെ ടൈപ്പ് ഓഫ് എക്സൈറ്റേഷനെ ബേസ് ചെയ്തിട്ടല്ല, അത് ബേസ് ചെയ്തിരിക്കുന്നത് വേവ്ലെങ്ത്തിനെയാണ്. പിന്നെ ആ ഒരു ഡിഫറെൻറ്റ് റേഡിയേഷനെ 8 റേഡിയേഷനെ അതിൻ്റെ വേവ്ലെങ്ത്തിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യപ്പെട്ടതാണ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ യൂസസും പ്രോപ്പർട്ടീസുമാണ്. ഓരോന്നിൻ്റെ യൂസസും പ്രോപ്പർട്ടീസും നോക്കാം. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇത് റേഡിയോ വേവ്, ഇത് മൈക്രോവേവ്, ഇത് ഇൻഫ്രാറെഡ്, ഇത് വിസിബിൾ, ഇത് അൾട്രാ വയലറ്റ്, ഇത് എക്സ്റേ, ഇത് ഗാമാറേ. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന സമയത്ത് വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നു, അതേസമയം തന്നെ ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വേവ് ലെങ്ത് കുറയുന്ന സമയത്ത് ഫ്രീക്വൻസി കൂടും. അപ്പോൾ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് വേവ് ലെങ്ത് കൂടുകയും ഫ്രീക്വൻസി കുറയുകയും ചെയ്യുന്നു. റേഡിയോ വേവിനാണ് കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത്, അതേസമയം ഗാമാ റേസിന് വേവ് ലെങ്ത് വളരെ കുറവാണ്. റേഡിയോ വേവ്സിന് ഫ്രീക്വൻസി വളരെ കുറവാണ്, ഗാമാ റേസിന് ഫ്രീക്വൻസി വളരെ കൂടുതലാണ്. യൂസസ് ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഒന്നാമത്തത് റേഡിയോ വേവ്സ്. These are the waves which have longest wavelength in electromagnetic spectrum and they are produced by the electrical oscillation of LC circuits. They are used in radio and TV communication system. റേഡിയോ വേവ്സ് എന്ന് പറഞ്ഞാൽ ലോങ്ങസ്റ്റ് വേവ് ലെങ്ത് ഉള്ള, അതായത് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലുള്ള വേവാണ് റേഡിയോ വേവ് എന്ന് പറയുന്നത്. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ LC സർക്യൂട്ടിൽ ഇലക്ട്രിക്കൽ ഓസിലേഷൻ ഉണ്ടായിട്ടാണ് റേഡിയോ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പ്രധാനമായും കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത്. റേഡിയോ, TV പോലുള്ള കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളിലാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തേത് മൈക്രോവേവ്സ്. ദിസ് ആർ ദി വേവ്സ് ഹാവിംഗ് വേവ് ലെങ്ത് in the range of 1 millimeter to 0.3 meter and they are produced by oscillating current in special vacuum tube. They are used in radars and artificial geostationary satellites. മൈക്രോവേവ്സിൻ്റെ വേവ് ലെങ്ത് വേരി ചെയ്യുന്നത് 1 millimeter മുതൽ 0.3 meter വരെയാണ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാക്യൂം ട്യൂബിൽ ഓസിലേറ്റിംഗ് കറണ്ട് ഉണ്ടായിട്ടാണ്. ഇത് യൂസ് ചെയ്യുന്നത് റഡാർസിലും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിലും ഒക്കെയാണ്. അതുപോലെ തന്നെ മൈക്രോവേവ് ഓവനിലും മൈക്രോവേവാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത്തേതാണ് ഇൻഫ്രാറെഡ്. These are the waves cannot be detected by human eye. The wavelength of these waves is greater than 7000 angstrom and these waves are produced by excitation of atoms and molecules and are readily absorbed by most materials. The infrared absorbed by a substance appears as heat since the energy excites the atom's motion, which results in a temperature rise.
They are used for distant photographies as they can pass through fog or mist. They reveal the secret writing on the ancient walls, and they are also used in physical therapy. ഇൻഫ്രാറെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വേവ്സാണ് ഇൻഫ്രാറെഡ്. ഇതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് 7000 ആങ്സ്ട്രത്തേക്കാളും കൂടുതലായിരിക്കും. അതായത് 7000 ഇൻറ്റു 10⁻⁹ കൂടുതലായിരിക്കും ഇതിൻ്റെ വേവ് ലെങ്ത്. ഈ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആറ്റത്തിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ എക്സൈറ്റേഷൻ വഴിയാണ്. അധികം മെറ്റീരിയൽസും അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് ഇൻഫ്രാറെഡ് വേവ്സ് ഉണ്ടാവുന്നത്. ഒരു സബ്സ്റ്റൻസ് ഇൻഫ്രാറെഡ് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഹീറ്റ് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് ചെയ്യും. ചൂടായ സബ്സ്റ്റൻസിൽ നിന്നും ചൂടായ മോളിക്യൂളിൽ നിന്നുമാണ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എമിറ്റ് ഓർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇൻഫ്രാറെഡ് യൂസ് ചെയ്യുന്നത് ഡിസ്റ്റൻറ്റ് ഫോട്ടോഗ്രാഫീസിലൊക്കെയാണ്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഫോഗ് ഓർ മിസ്റ്റ് കടത്തി വിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത്. ഏൻഷ്യൻ്റ് വാൾസിലെ സീക്രട്ട് റൈറ്റിങ്സ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് ആണ്. അതുപോലെ തന്നെ ഫിസിക്കൽ തെറാപ്പിയിലും ഇൻഫ്രാറെഡ് ആണ് യൂസ് ചെയ്യുന്നത്. വിസിബിൾ. ദിസ് ഈസ് ദി മോസ്റ്റ് ഫെമിലിയർ ഫോം ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. This is the part of the visible spectrum which can be detected by the human eye. These are produced by excitation of valence electron. നമ്മൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് വിസിബിൾ. നമുക്ക് കാണാൻ പറ്റുന്ന വേവ്സ് കൂടിയാണ് വിസിബിൾ. വിസിബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വാലൻസ് ഇലക്ട്രോണിൻ്റെ എക്സൈറ്റേഷൻ മൂലമാണ്. Ultraviolet. These waves are first studied by Richter in 1801. The wavelength lies between 10 nanometer to 100 nanometer and produced by excitation of atom. Spark, arc lamp. Sun produces a large amount of ultraviolet radiations which are absorbed by the ozone layer in the upper atmosphere. The ultraviolet radiations can cause fluorescence and ionization. They can cause photoelectric effect and can also affect the photographic plates. It is dangerous to expose the human body to large dose of ultraviolet radiation. They are used in the detection of forgeries in documents. They are used for sterilization in laboratories as they can kill bacteria. They are used to preserve food stuffs. അൾട്രാവയലറ്റ് ഫസ്റ്റ് സ്റ്റഡി ചെയ്തത് റിക്ടർ ആണ് 1801. വേവ് ലെങ്ത് ലൈസ് ചെയ്യുന്നത് 10 നാനോമീറ്റർ മുതൽ 100 നാനോമീറ്ററിന് ഇടയിലാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആറ്റത്തിൻ്റെയോ സ്പാർക്കിൻ്റെയോ അല്ലെങ്കിൽ ആർക്ക് ലാമ്പിൻ്റെയോ എക്സൈറ്റേഷൻ മൂലമാണ്. സണ്ണാണ് അൾട്രാവയലറ്റ് രശ്മികളെ ലാർജ് എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇത് ഓസോൺ ലെയർ അബ്സോർബ് ചെയ്യും. അതായത് സണ്ണ് അൾട്രാവയലറ്റ് രശ്മികളെ പ്രൊഡ്യൂസ് ചെയ്യുകയും അപ്പർ ലെയർ ഉള്ള ഓസോൺ ലെയർ അതിനെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. ഈ അൾട്രാവയലറ്റ് റേഡിയേഷൻ കാരണം ഫ്ലൂറസെൻസ്, അയോണൈസേഷൻ ഒക്കെ ഉണ്ടാകും. പിന്നെ ഈ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിന് കാരണം ഈ അൾട്രാവയലറ്റ് രശ്മികളാണ്. ഇത് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാവയലറ്റ് രശ്മികൾ ഹ്യൂമൻ ബോഡിക്കൊക്കെ ഡേഞ്ചറസ് ആണ്. അൾട്രാവയലറ്റ് രശ്മികൾ യൂസ് ചെയ്യുന്നത് ഡോക്യുമെൻറ്റിൽ ഫോർജറീസ് ഒക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ബാക്ടീരിയയെ കില്ല് ചെയ്യാനും ഇത് ഉപയോഗിക്കുന്നു. സണ്ണിൽ നിന്ന് അൾട്രാവയലറ്റ് രശ്മികൾ ഡയറക്റ്റായിട്ട് എർത്തിലേക്ക് വരികയാണെങ്കിൽ അത് ഓസോൺ ലെയർ തടയും. അഥവാ ഓസോൺ ലെയറിന് ഡിപ്ലീഷൻ സംഭവിച്ചാൽ ഈ ഫ്ലൂറോ കാർബൺ പോലെയുള്ള CFC പോലുള്ള ഹാംഫുള്ളായിട്ടുള്ള സബ്സ്റ്റൻസ് ഓസോൺ ലെയറിനെ നശിപ്പിക്കുന്നു. അപ്പോൾ UV റേസ് ഡയറക്റ്റായിട്ട് എർത്തിൽ വന്ന് പതിക്കും. അപ്പോൾ സ്കിന്നിൽ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതൽ വരികയും അത് ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. സ്കിന്നിൽ വിറ്റാമിൻ D പ്രൊഡ്യൂസ് ചെയ്യാൻ അൾട്രാവയലറ്റ് രശ്മികൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ വാട്ടറിലുള്ള ജേംസിനെ കിൽ ചെയ്യാനും അൾട്രാവയലറ്റ് രശ്മികൾ സഹായിക്കുന്നുണ്ട്. അടുത്തത് എക്സ്റേസ്. എക്സ്റേസ് ആർ ഡിസ്കവേർഡ് ബൈ റോൺജൻ ഇൻ
1895, and these are waves of wavelength lying in the range of 0.01 angstrom to 100 angstrom. They are produced by sudden deceleration of high energy electrons. They are used in X-ray, crystallography and medical science for diagnosis, and used to study atomic structure and crystal structure. എക്സ്-റേസ് ഡിസ്കവർ ചെയ്തത് റോഞ്ചൻ ആണ് 1895. വേവ് ലെങ്ത് ലൈ ചെയ്യുന്നത് 0.01 ആങ്സ്ട്രം ടു 100 ആങ്സ്ട്രം ആണ്. ഹൈ എനർജിയുള്ള ഇലക്ട്രോൺസ് മെറ്റൽ സർഫസിൽ ബോംബാർഡ് ചെയ്യുന്ന സമയത്താണ് എക്സ്-റേസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ബോൺ ഫ്രാക്ചർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്-റേസ് ആണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ പറ്റുന്ന റേസും കൂടിയാണ് എക്സ്-റേ. അതുപോലെ തന്നെ ആറ്റോമിക് സ്ട്രക്ചറും ക്രിസ്റ്റൽ സ്ട്രക്ചറും സ്റ്റഡി ചെയ്യാൻ എക്സ്-റേ നമ്മൾ യൂസ് ചെയ്യുന്നു. ഗാമ റേസ്. These are the waves discovered by Henry Becquerel in 1896 and wavelength lying in the range of 1 angstrom to 0.0001 angstrom. These are highly penetrating and produce severe damage when absorbed by living tissues. Gamma rays are of nuclear origin. Study of gamma rays gives us valuable information about the structure of the atomic nuclei. ഗാമ റേസ് ഡിസ്കവർ ചെയ്തത് ഹെൻറി ബെക്വറൽ ആണ് 1896. അതുപോലെ തന്നെ വേവ് ലെങ്ത് 1 ആങ്സ്ട്രം ടു 0.001 ആങ്സ്ട്രം ആണ്. ഹൈ പെനിട്രേറ്റിംഗ് എഫക്റ്റുള്ള ഒരു റേസാണ് ഗാമ റേസ്. ലിവിങ് ടിഷ്യൂസൊക്കെ ഗാമ റേസിനെ അബ്സോർബ് ചെയ്താൽ ഡാമേജ് ഉണ്ടാകും. അറ്റോമിക് ന്യൂക്ലിയസ് സ്റ്റഡി ചെയ്യാൻ ഗാമ റേസ് സഹായിക്കുന്നു. വേവ് ലെങ്ത് ഏറ്റവും കുറഞ്ഞതും ഫ്രീക്വൻസി ഏറ്റവും കൂടിയതുമായ ഒരു റേസും കൂടിയാണ് ഗാമ റേസ്. ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന റേസാണ് ഗാമ റേസ്. സർജിക്കൽ ഇൻസ്ട്രുമെൻസിനെ അണുവിമുക്തമാക്കാനും ഗാമ റേസ് സഹായിക്കുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് പറയാനുള്ളത്. താങ്ക് യു.